ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജീൻസിൻ്റെ ഒരു തുണിയിൽ ചെറിയൊരു ബാഗാണ് ചെയ്യുന്നത്. നമ്മൾ റെക്സിൽ ചെയ്ത അതേ ബാഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് പഴയ ഒരു ജീൻസിൻ്റെ പാൻറ്റാണ്. പഠിക്കുന്ന ആളുകൾക്ക് അതാവും സൗകര്യം. പിന്നെ ജീൻസിൻ്റെ തുണികളൊക്കെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഒരു ചെറിയ പൈസക്ക് തന്നെ 100-150 റുപ്യ 200 റുപ്യയുടെ ഉള്ളിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ജീൻസ് നമുക്ക് വാങ്ങാനും കിട്ടും. അപ്പോൾ പഠിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാൻവാസാണ്. നമ്മൾ അവസാനം ചെയ്ത പൗച്ചിൽ പറഞ്ഞു ഈ പേപ്പർ ക്യാൻവാസ്, അല്ലെങ്കിൽ നമ്മൾ ചുരിദാറിന് യൂസ് ചെയ്യുന്നതല്ല, ഷർട്ടുകളുടെ കോളറിനും അതുപോലെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് കട്ടിയുള്ളൊരു ക്യാൻവാസ് ഉണ്ട്. അത് നമ്മൾ തുണി തയ്ക്കുന്ന മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഫാൻസികളിലും അതുപോലത്തെ കടകളിലും ഇഷ്ടംപോലെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതാണ് നമ്മൾ യൂസ് ചെയ്യണത്. അത് വെച്ച് നമ്മളൊന്ന് അയൺ ബോക്സ് വെച്ചൊന്ന് ഹീറ്റാക്കി കഴിഞ്ഞാൽ റെക്സിൻ്റെ അതേ തിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചെയ്തുകൊണ്ട് കാണാം. ഇതിനു വേണ്ടി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ക്യാൻവാസാണ്. ഈ ക്യാൻവാസ് ശ്രദ്ധിക്കണം, ഇതിൽ ഒരു ഗ്ലേസിംഗ് ഉള്ളൊരു വശമുണ്ട്. ഇതാണ് ഒട്ടിപ്പിടിക്കുക ഹീറ്റാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇനി മാർക്ക് എന്തേ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഈ വശത്ത് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിനെടുത്തിരിക്കുന്നത് 10-7 എന്ന അളവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്യാൻവാസ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് 2 പീസ് എടുത്തു. അളവ് നോട്ട് ചെയ്ത് വെക്കണം. 10-7, 10 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുള്ളത്. ഇത് നമ്മൾ ആ ജീൻസിൻ്റെ തുണിയുടെ അതേ ഷാർപ്പ് അളവാണ്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഒരു ജസ്റ്റ് റഫായിട്ട് കട്ട് ചെയ്തിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരികൊക്കെ വെട്ടി കളഞ്ഞാൽ മതി. അങ്ങനെ 2 പീസ് എടുത്തു. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 13 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുള്ള 2 ക്യാൻവാസാണ്. അത് 2 എടുത്തു. ഇത് നമ്മൾ ഹാൻഡിലായിട്ട് യൂസ് ചെയ്യാനാണ്. ഇതിൻ്റെ അളവ് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. 13.5 ഇഞ്ച് നീളം വേണം, 1.5 ഇഞ്ച് വീതിയും വേണം. വീതി 1.5 ഇഞ്ച്. ഇങ്ങനത്തെ ഇതും 2 പീസാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടലി നമ്മൾ ഇത് ഇനി ജീൻസിൻ്റെ മേലെ അയൺ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമ്മളുടെ അയൺ ബോക്സ് ഹീറ്റ് ആയതുകൊണ്ട് ഇതിന് മേലെ അയൺ ബോക്സ് സൂക്ഷിക്കണം എപ്പോഴും തേക്കുന്ന സമയത്ത്. തേച്ച് പിടിപ്പിക്കുന്നതിന് മുന്നായിട്ട് ഇപ്പോൾ നമ്മളിത് തേച്ച് പിടിപ്പിക്കുന്നത് 10-7 എന്നുള്ള ആ വലിയ ഒരു പീസാണ്. ഇത് 2 ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ആ ചുളിവൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. എന്നിട്ട് ഇതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇത് 2 ആ വലിയ അളവുള്ള നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ 13-3 ഇഞ്ച് എന്ന് പറഞ്ഞ അളവ്, അപ്പം അത് 2 തേച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഹാൻഡിലിന് വേണ്ടിയിട്ടുള്ളതാണ്. 13.5 ഇഞ്ചും 1.5 ഇഞ്ചുമാണ്. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഷാർപ്പായിട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂടുതൽ കട്ട് ചെയ്യണം. ഇത് നമ്മളൊരു സ്റ്റിച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഷാർപ്പ്. എന്നിട്ട് നമ്മൾ ഈ അളവ് 13.5 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുള്ള ആ തുണ്ടാണ്.
ഇത് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുക, ഒന്ന് ഹീറ്റാക്കിയിട്ട് തന്നെ. ഇനി നമ്മൾ ഇതിൻ്റെ ഒക്കെ വേസ്റ്റ് കട്ട് ചെയ്ത് കളയാം. बहारों फूल बरसाओ मेरा महबूब आया है, मेरा महबूब आया है, चाहो मेरा महबूब आया है, मेरा महबूब आया है. അങ്ങനെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെൻറ്റർ വശം ഒന്ന് നമ്മളൊന്ന് ഹാൻഡിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. 3-1 മാർക്ക് ചെയ്യുക. ഈ ക്യാൻവാസ് അയൺ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാലേ നല്ല തിക്ക് ഫീൽ ചെയ്യും. ഇത് കണ്ടോ, നല്ല ഹാർഡായി. ഇതുപോലെ നമുക്ക് ജീൻസ് തന്നെയല്ലേ, ഷർട്ടിൻ്റെ തുണികൾ, അതുപോലെ നമ്മൾ ഒരുപാട് നല്ല കട്ടിയുള്ള കോട്ടൻ്റെ തുണികളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ ചെയ്യാം. നല്ല ചെക്ക് കള്ളികളൊക്കെ ഉള്ള നല്ല വെറൈറ്റി തുണികളുണ്ട്. ഇതാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളത്. അപ്പോൾ ഇനി എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. ഇത് നമ്മൾ നേരത്തെ അയൺ ചെയ്ത് ഒന്ന് മടക്കിയതാണ്. ഇത് കറക്റ്റ് 4 ഇഞ്ച് പിടിക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇത് നമ്മുടെ ഹാൻഡിൽ ഭാഗമാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു
സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇതാണ് നമ്മളെ ഹാൻഡിൽ. ഇത് നമ്മൾ ഇതിൽ പിടിപ്പിക്കുകയാണ്. സെൻറ്ററിൽ വെക്കാം. സെൻറ്ററിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഇവിടെ 1/3 സെൻറ്റർ. പിന്നെ അത് സെൻറ്ററിന് ശേഷം ഇങ്ങനെ മടക്കി മാർക്ക് ചെയ്തു. ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കത്. സെൻറ്ററിൽ വരുന്ന രൂപത്തിൽ ചെയ്യാം. ഇത് നമ്മൾ റെക്സിൻ ചെയ്യുന്ന അതേ തിക്ക് അനുഭവപ്പെടുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. സാധാ മെഷീൻ മേലും കുഴപ്പമൊന്നുമില്ല, ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ജീൻസ് ആണല്ലോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ 13.5-3 13 ഇഞ്ചിക്ക് 3 എന്ന് പറഞ്ഞാൽ അതിമേലാണ് ഇത് വെച്ച് അടിച്ചിരിക്കുന്നത്, സ്റ്റിച്ച് ചെയ്തത്. ഇനി നമ്മൾ 10ക്ക് 7 എന്ന് പറഞ്ഞാൽ അതാണിത്. അതിമേൽ ഇത് കമഴ്ത്തി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് 1/4 ഒക്കെ അതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട്, സാധാ മെഷീൻമേലാവുമ്പോൾ ഈ തിക്ക് വരുന്നോടത്തൊന്ന് ശ്രദ്ധിക്കുക, സൂചി പൊട്ടാൻ സാധ്യതയുണ്ട്. സൂചി അങ്ങനെ പൊട്ടാതിരിക്കാൻ ചെയ്യാവുന്നത് നല്ല ഗോൾഡ് കളർ സൂചി വാങ്ങാൻ കിട്ടും. നല്ല ഒന്നുകൂടെ ക്വാളിറ്റി ഉള്ള സൂചിയാണ്, അത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. മെഷീൻ്റെ സ്പെയർ കിട്ടുന്ന കടയിൽ നിന്ന് അന്വേഷിച്ചാൽ മതി. അവർ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. വേണമെച്ചാൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം, കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ട്. ഒരു സ്റ്റിച്ച് കൂടെ അടുപ്പിച്ചിട്ട് തന്നെ ചെറിയൊരു പോയിന്റ് നമ്മൾ ഈ ഷോൾഡറിന് കൊടുത്ത അതേ ലെങ്ത്തിൽ എന്നിട്ട് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ വെച്ചു, ഇതിങ്ങനെ വെച്ചു. എന്നിട്ട് ഇതിൻ്റെ മേൽവശത്ത് നിന്ന് 1/2 ഇഞ്ചിക്ക് ജോയിൻ്റ് ചെയ്യും. ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ 4 വശവും 3 വശം, മേൽവശം ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. 2 ഹാൻഡിലിൻ്റെ ഭാഗം. ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഇതിൽ നമ്മൾ ലൈനിങ് വെക്കണം. അതെങ്ങനെയാണ് നോക്കാം. നമ്മളിതിന് സിബൊന്നും അടിച്ചിട്ടില്ല, അതൊക്കെ നമുക്ക് ഇനി ബാഗ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിക്കാവുന്നൊരു മെത്തേഡ് ഉണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മനഃപൂർവ്വം സ്റ്റിച്ച് ചെയ്യാതെ നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയൊരളവാണ്. 9 ഇഞ്ച് നീളവും പിന്നെ നേരത്തെ 10 ഇഞ്ചുമാണ്. അപ്പോൾ ഈ ലൈനിങ് എടുക്കേണ്ടത് ഇതിനേക്കാണ് 1 ഇഞ്ച് നീളം, 10 ഇഞ്ചിക്കുള്ള ഒരു ലൈനിങ്. ഇങ്ങോട്ട് 10 ആണല്ലോ ഉള്ളത്, 11 ഇഞ്ചും. അപ്പോൾ 10-11 2 ലൈനിങ് എടുക്കണം. 2 ലൈനിങ് ആണ് എടുക്കേണ്ടത് 10-11. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് പൗച്ച് സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ ഈ 2 ജോയിൻറ്റും ഒരേ ലെവലിൽ വരുന്ന രൂപത്തിൽ ഇങ്ങനെ വൈഡാക്കി പിടിച്ച് 1.5 ഇഞ്ചിക്ക് അന്ന് അളവ് പറഞ്ഞല്ലോ,
1.5 ഇഞ്ച് വരുന്ന രൂപത്തിൽ സ്റ്റിച്ച് ചെയ്യണം. ഇവിടുന്ന് ഷാർപ്പ് 1.5 ഇഞ്ചാണ് അളവ് വേണ്ടത്. ആ അളവിൽ സ്റ്റിച്ച് ചെയ്യാം. ഒരു ത്രികോണം പോലെ സ്റ്റിച്ച് ചെയ്യാം. ചെയ്തു. അത് ഈ വശവും ചെയ്യാണ്. ഈ ജോയിന്റ് ഒരുപോലെ വരാൻ വേണ്ടി ശ്രമിക്കുക. സെൻറ്റർ വശം ആവാൻ വേണ്ടി ശ്രമിക്കുക. 1-2 സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. വേണമെങ്കിൽ വേസ്റ്റ് കട്ട് ചെയ്ത് കളയാം, അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയാണ് ഇതുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതാണ്, ഈ ലൈനിങ് 2 അളവാണല്ലോ പറഞ്ഞത്. ഇതിൻ്റെ അളവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഇത് 11 ഇഞ്ച് ഉണ്ടാവും. ഈ 11 ഇഞ്ച് ഉള്ളത് ഈ വശത്ത് ജസ്റ്റ് ഒരു 1/4 ഇഞ്ചിൽ ജോയിൻ്റ് ചെയ്യാം. ഇതുപോലെ ശ്രദ്ധിക്കണം, ലൈനിങ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കോട്ടൻ്റെ തുണി ഏത് ലൈനിങ് കൊടുക്കാവുന്നതാണ്. ഇവിടെയും ജോയിൻ്റ് പിടിക്കുക 2 വശത്തും ചെയ്തു. ഇതിൽ സെൻറ്ററിൽ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ജോയിൻ്റ് പിടിച്ചതിന് ശേഷം ഇവിടെ സെൻറ്ററിൽ 1 ഇതുപോലെ ജോയിൻ്റ് പിടിച്ചിട്ട് ഇവിടെയും മധ്യത്തിലൊരു മാർക്ക് ഇടുക. മാർക്ക് ഇട്ടു. ഈ ലൈനിങ്ങും ഇതുപോലെ മാർക്ക് ഇട്ട് കൊടുക്കുക. സെൻറ്ററിൽ മാർക്ക് ഇടുക, മാർക്ക് ഇട്ട് കൊടുക്കുക. ഈ ജോയിൻ്റ് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ അതേ അളവിലാണോ. അപ്പോൾ ഇത് 1/2 ഇഞ്ച് കൂടുതലുണ്ട്, ജോയിൻ്റ് കൂട്ടി ജോയിൻ്റ് ചെയ്യുക. അവിടെ മാത്രം മതി, കുറച്ച് ലൂസായി കിടക്കണം. പിടിച്ചു. ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗം ഇങ്ങനെ പിടിച്ചു നോക്കുക. എന്നിട്ട് ഈ ജോയിൻ്റ് റെഡിയാണ്. അപ്പോൾ ഇത് ഷാർപ്പാണ്, കറക്റ്റാണ്. അപ്പോൾ റെഡിയാണ്. ഈ വശം ഇതുപോലെ കറക്റ്റാണ്. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, ഈ ലൈനിങ് ഇതിങ്ങനെ മറിക്കുക. മറിച്ചു. അപ്പോൾ അതിൻ്റെ ജോയിൻ്റൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ട്. അങ്ങനെ ആവണം. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഈ ലൈനിങ് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ 2 മാർക്ക് ചെയ്ത ഭാഗം നോക്കണം. ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ജോയിൻ്റ് ഈ മാർക്ക് ചെയ്തതിന് വശത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ ഒരു വെക്കുക, ഒരേ ലെവലിൽ വെച്ചിട്ട്. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന രൂപം. ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം. ലൈനിങ് നമ്മൾ എടുത്തത് ശ്രദ്ധിച്ചല്ലോ. ലൈനിങ് മറിച്ചപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ ഇങ്ങനെ നല്ല ഉള്ളിലാണ് വന്നത്, ഇങ്ങനെ ഉൾവശത്ത് വന്നു. എന്നിട്ട് ഇത് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം ശ്രദ്ധിക്കണം. അപ്പോൾ ജോയിൻ്റ് ഇങ്ങനെ ഉള്ളിൽ കാണും. നമ്മൾ വെച്ച ഈ മാർക്ക് ചെയ്ത 2 മാർക്കും ലെവൽ ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് 1/4 ഇഞ്ചിൽ ഇങ്ങനെ 1/2 ഇഞ്ച് പിടിച്ചോട്ടെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ഈ ലൈനിങ് വെച്ചിട്ട്. അപ്പം നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ ഇതും ഇവിടെ ജോയിൻ്റ് ചെയ്ത് ഒരേ അളവിലേക്ക് വരും. ഒരേ അളവിൽ വരണം. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഒരേ അളവിലേക്ക് വരണം. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഒരേ അളവാണ് കേട്ടോ, ക്രോസിൽ പോകരുത്. അപ്പോൾ ഈ 2 വശത്തെ ലൈനിങ് ഒരുപോലെ ആവും. ജോയിൻ്റ് ചെയ്തത് ഒരുപോലെ ആവണം. പതുക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പതുക്കെ ധൃതി പിടിക്കാണ്ട് ചെയ്യാം. വെച്ചു. കഴിഞ്ഞു. ഇങ്ങനെ കറക്റ്റ് പതുക്കെ
സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അപ്പോൾ ഈ ലൈനിങ് പുറത്തേക്ക് വലിച്ചിടാം. അപ്പോൾ ശ്രദ്ധിക്കുക, കണ്ടോ ജോയിന്റുകളൊക്കെ പുറത്ത് വന്നു. ഇവിടെ നമ്മൾ ലൈനിങ്ങിന്റെ ജോയിന്റ്, ഈ ജോയിന്റ് ഒക്കെ വന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിവിടെ മറിച്ച് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഈ യൂസ് ചെയ്ത മെത്തേഡ് ഒരുപാട് ബാഗുകൾക്ക്, വലിയ വലിയ ബാഗുകൾക്കൊക്കെ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുക. അതിൻ്റെ ഒരു ബേസിക് ആണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത്. എന്നിട്ട് മറിക്കുകയാണ്. ഈ കോണൊക്കെ കറക്റ്റ് ചെയ്യുക. ഇങ്ങനായി ചെയ്തു. ഇനി ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ലൈനിങ് അകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുഴപ്പമില്ല, നമുക്ക് പിന്നെ ചെയ്യാം. കാരണം നമുക്ക് ഇതിലെന്തെങ്കിലും ഡിസൈൻ ആഡ് ചെയ്യണമെങ്കിൽ, തുന്നണം പിടിക്കണമൊക്കെ വേണമെങ്കിൽ ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് കൈയിട്ടിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് പിന്നീട് ചെയ്യാം. എന്നിട്ട് ഈ ലൈനിങ് മൊത്തത്തിൽ ഇനി അകത്തേക്ക് വെക്കുക. ഇങ്ങനെ ഇതുപോലെ വെക്കുക. അപ്പോൾ ഇതുപോലെ രൂപമാണ് കിട്ടുക. എന്നിട്ട് ഈ വക്കൊക്കെ കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കി കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു രൂപം കിട്ടിയല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കറക്റ്റ് ഷാർപ്പാക്കിയതിന് ശേഷം ഒരു സ്റ്റിച്ച് ഇതിൻ്റെ അരികിലൂടെ കൊടുക്കുക. ആ ലൈനിങ് വെളിയിലേക്ക് വരാതെ നോക്കണം. അത് ഞാനൊന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം. ഇതുപോലെ നോക്കൂ. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ളത് പുറത്തിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നു. ഈ രൂപമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫൈനലായിട്ട് കിട്ടിയത്. നോക്കൂ, ഇതുപോലെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് സിബ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. വളരെ സിമ്പിളാണ്. ഈ ജോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സിബ് ഇതാണ് സിബിന്റെ നല്ല വശം. 2 വശത്തും സിബ് അടിക്കാം. ഇത് ഇങ്ങനെയാണ് മടക്കി കൊടുക്കുക. സിബ് ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവും. ഇങ്ങനെ മടക്കി പിടിക്കുക. വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. തുടക്കല്ലേ, അപ്പം നമുക്ക് മാറാണ്ടിരിക്കാൻ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം സിബ് ഇതുപോലെ ഉണ്ടാവും. അതുപോലെ ഈ ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അരികൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സിബ് ഇതുപോലെ ഉണ്ടാവും. ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മാർക്ക് ചെയ്ത ഇവിടെ ഇത് വെക്കുക. മാർക്ക് ചെയ്ത ഭാഗത്ത് അപ്പം ഇങ്ങനെ ഉണ്ടാവും, ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് പിടിച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മേലെ കൂടെ തന്നെ സ്റ്റിച്ച് വരാൻ വേണ്ടി നോക്കുക. അതൊന്നുകൂടെ ഭംഗിയാണ്. ഒരുപാട് സ്റ്റിച്ച് കാണൂല. അതിൻ്റെ മേലെ കൂടെ സിബ് അടിക്കുമ്പോൾ അന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് എത്തുമ്പോൾ കെട്ടിട്ട് കൊടുത്ത് സിബ് നിർത്തുക.
അരഞ്ചല്ല, ഒരു 3/4 ഇഞ്ചിൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കെട്ടിട്ട് ജിബ് നിർത്തി. എന്നിട്ട് ഇവിടുന്ന് കുറച്ച് ജിബ് ഏറെ ഉണ്ടായിക്കോട്ടെ, ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് ഏറെ കട്ട് ചെയ്ത് കളയാം. വെച്ചു. ഇവിടുന്നും അതുപോലെ തന്നെ എവിടെയാണോ നമ്മൾ ഇവിടെ ജിബ് നിർത്തിയത് അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. ഈ ജിബിൻ്റെ ഒരേ നീളം പിടിക്കുക. ഈ ജിബുമ്മേൽ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. രണ്ടും ഒരേ നീളം റെഡി ആയിട്ട് തന്നെ പിടിക്കുക. മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ അടുത്ത ജിപ്പ് ഈ മാർക്ക് ഒരുപോലെ വയ്ക്കുക. ഇവിടെ നോക്കണം ഈ ജോയിന്റ് റെഡിയായി വരുന്നുണ്ടോയെന്ന്. കറക്റ്റാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് വെച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ സ്റ്റിച്ചുമ്മലിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ജിപ്പ് ഒരുപാട് വേറെ മെത്തേഡിൽ ചെയ്യാം. അങ്ങനെ ബാഗ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണിത്. ഇനിയും വേറെ മോഡലുകളുണ്ട്. കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇതിമ്മൽ ജിപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞു. നൂലൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഇതിലേക്ക് റണ്ണർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റണ്ണർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ജീൻസിൻ്റെ ഒരു തുണ്ടെടുക്കുക. ഇങ്ങനെ മടക്കിയിട്ട് 4 മടക്കി നമ്മൾ ആ ഷോൾഡർ അടിച്ചതുപോലെ ഇങ്ങനെ പിടിച്ചു. ഇതിൻ്റെ അകത്തേക്ക് ഈ സിബിൻ്റെ തുണ്ട് വയ്ക്കുക. ഇങ്ങനെ മടക്കിയിട്ട് അകത്തേക്ക് കയറ്റിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ടത് കെട്ടിട്ട് കൊടുക്കുക. ഇങ്ങനായി. ഇതാണ് ചില ബാഗിൻ്റെ ഒരു തുണ്ട് ഇങ്ങനെ കാണാം ഇവിടെ. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈനിങ് സ്റ്റിച്ച് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കർ ആഡ് ചെയ്യണമെങ്കിൽ തുന്നി പിടിപ്പിക്കാം, ബട്ടൺ തുന്നി പിടിപ്പിക്കാം, അതുപോലത്തെ എന്തെങ്കിലും നല്ല ഫ്ലവറുകൾ തുന്നി പിടിപ്പിക്കുക. നമുക്ക് കൗതുകം തോന്നുന്നതൊക്കെ ഇതിമ്മൽ തുന്നി പിടിപ്പിക്കുക. കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മളിത് നല്ലൊരു സ്റ്റിക്കർ ഉണ്ട് ഇവിടെ, പാഷൻ എന്ന് പറഞ്ഞാൽ അതാണ് പിടിപ്പിക്കുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മറ്റേതവിടെ ഓളായിട്ട് അകത്ത് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അകത്ത് പോവും. അതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞു. ഈ ലൈനിങ് ഇനി അകത്തേക്ക് ഇടുക. കഴിഞ്ഞു. നമ്മൾ ഈ സ്റ്റിക്കറിന് നൂല് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ നമ്മുടെ ബാഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. ഇവിടെ ഒരു സ്റ്റിക്കർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിമൊന്ന് വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ഫ്ലവറുകൾ, അത് കുഞ്ഞു ഫ്ലവറുകൾ, ഇതൊക്കെ ഇതിമ്മൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് അനുയോജ്യമായ ഒരു സ്റ്റിക്കർ കിട്ടി, പാഷൻ എന്ന് പറഞ്ഞ്. ഇത് നമ്മൾ റെക്സിൽ ചെയ്തതിനേക്കാണ് ഭംഗിയായേക്കാണ്. പല കളറുള്ള ബ്ലാക്ക് കളർ ജീൻസ്, അതുപോലെ ചെക്ക് കള്ളിയുള്ള തുണി, കോട്ടൻ്റെ നല്ല
കോട്ടൺ മെറ്റീരിയലൊക്കെ കിട്ടും. ആ തുണിയിലൊക്കെ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും, നല്ല ക്വാളിറ്റിയും കിട്ടും. ഇതൊക്കെ നമുക്ക് നമ്മളെ വീടുകളിലുള്ള മെഷീനുകളിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഇത് ചെയ്ത് നോക്കണം.